വെൽക്കം ബാക്ക് ടു ബീനാസ് ട്രെയിനിങ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 12ാമത്തെ ചാപ്റ്ററാവും ഞങ്ങളെ ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്പെരിക്കൽ മിറർ, അതായത് ഫിസിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ. നമ്മൾ ഫിസിക്സിൻ്റെ ആദ്യത്തെ 2 ചാപ്റ്ററും പഠിച്ചാണ്. ടൈം 2ൻ്റെ ടെസ്റ്റാണ് കേട്ടോ. ഫസ്റ്റ് ടൈം നമ്മൾ ഫുള്ള് 9 ചാപ്റ്ററും നമ്മൾ പഠിച്ച് അതിൻ്റെ നോട്ട് വിട്ടതാണ്. അടുത്ത 2ാമത്തെ പാർട്ട് 2ൻ്റെ ഫിസിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററാവും ഞങ്ങളെ സ്പെരിക്കൽ മിറർ അല്ലെങ്കിൽ ഗോളീയ ദർപ്പണങ്ങൾ. സ്പെരിക്കൽ SPHE എന്നുണ്ട് കേട്ടോ. സ്പെരിക്കൽ മിറേഴ്സ്. മിറർ എന്ന് വെച്ചാൽ എന്താ? കണ്ണാടി അല്ലേ? കണ്ണാടി എന്ന് നമ്മളിനി പറയില്ല, ദർപ്പണങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. മിറർ എന്ന് വെച്ചാൽ കണ്ണാടിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇനി നമ്മൾ ഈ കണ്ണാടി എന്നല്ല ഇതിനകത്തിൽ പറയുന്നത് കേട്ടോ. ഫിസിക്സിൽ ദർപ്പണങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ എന്താണ് ഈ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ മിറർ? അപ്പോൾ അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്താണ് ഈ സ്പെരിക്കൽ മിറർ? എന്താ പറഞ്ഞാൽ ഈ സ്പെരിക്കൽ മിറർ എന്താ? ഗോളീയ ദർപ്പണങ്ങൾ എന്നാൽ എന്താണ്? അതായത് മിറേഴ്സ് ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഫോം എ പാർട്ട് ഓഫ് എ സ്ഫിയർ ആർ കാൾഡ് സ്പെരിക്കൽ മിറർ. പ്രതിപതന തലം, ഇത് മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും അങ്ങ് എഴുതാനാവില്ലേ. പ്രതിപതന തലം ഗോളത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗോളം, സ്ഫിയർ എന്ന് വെച്ചാൽ എന്താ? വട്ടത്തിലിരിക്കുന്നതിനെ അല്ലേ നമ്മൾ സ്ഫിയർ എന്ന് പറയുന്നത് അല്ലേ? ആ ഗോളത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ദർപ്പണങ്ങളെയാണ് നമ്മൾ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. ഒറ്റ വരിയേ ഉള്ളൂ. എന്താ? പ്രതിപതന തലം ഗോളത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. മിറേഴ്സ് ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഫോം എ പാർട്ട് ഓഫ് എ സ്ഫിയർ ആർ കാൾഡ് സ്പെരിക്കൽ മിറർ. 1ാമത്തെ പഠിച്ചോ? അപ്പോൾ നമ്മൾ ഇനി ടെസ്റ്റ് നോക്കാം. ടെസ്റ്റിനകത്തിലെ കാര്യങ്ങളാണ് നമുക്ക്, കാരണം ഫിസിക്സ് ടെസ്റ്റ് വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. കാരണം അതിനകത്തിലാണ് ആൻസറും ചോദ്യവും ഉത്തരവും. അതെ, ഈ കണ്ണാടിയിൽ നോക്കൂ, കുറച്ചുകൂടി നിങ്ങൾക്ക് വലുതായിട്ട് കാണാം. അപ്പോൾ ഒരു കണ്ണാടിക്കടയിൽ കണ്ട ബാക്കിലൊക്കെ കണ്ണാടി നിരത്തി വെച്ചിരിക്കുന്നുണ്ടോ? നമ്മളൊരു കണ്ണാടിക്കടയിൽ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ കണ്ണാടി വെച്ചിട്ട് നോക്കും ഏത് കണ്ണാടിയാണ് നമ്മുടെ ഓരോ മുഖത്തിനും ഓരോ കണ്ണാടിയാണ് ചേരുന്നത് അല്ലേ? അതിലേത് മുഖമാണ് നമ്മുടെ ഏത് കണ്ണാടിയാണ് നമ്മുടെ മുഖത്തിന് സ്യൂട്ടായിട്ടുള്ളതെന്ന് നമ്മൾ വേറൊരു കണ്ണാടിയിൽ നോക്കിയാണ് അല്ലേ? മുഖം നോക്കുന്ന കണ്ണാടിയിൽ നോക്കിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? ഏതാ? ചിലപ്പോൾ കറുത്ത കറുത്ത കണ്ണാടി അല്ലേ? ചിലർക്ക് വെള്ള, അങ്ങനെ പല കളറിലുള്ള. പിന്നെ അതിൻ്റെ നമ്മൾ ചെവിയിലോട്ട് വെക്കുന്ന അതിൻ്റെ അതൊക്കെ എല്ലാം മറന്നുപോയല്ലോ. എന്തെങ്കിലും ആട്ടെ, അതൊക്കെ അവനവന് ഇഷ്ടമുള്ള ഓരോ അല്ലേ? ഫ്രെയിം എന്നാവും ഞങ്ങൾ പറയുന്നത്. പെട്ടെന്ന് അങ്ങ് മറന്നു പോകുന്നത്. ഫ്രെയിം അല്ലേ? കണ്ണാടിയുടെ ഓരോ മെറൂൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പല കളറിലെ ഫ്രെയിം ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ മുഖത്ത് വെക്കുമ്പോൾ അല്ലേ ഓരോ മുഖത്തിനും ഓരോ കളർ ചേരും. അപ്പം ആ കണ്ണാടി നോക്കി ഈ കണ്ണാടിയിൽ നോക്കൂ, കുറച്ചുകൂടി നിങ്ങൾക്ക് വലുതായിട്ട് ഈ കണ്ണാടിയിൽ നോക്കിയാൽ കാണാം. അത്രയുള്ള ആ ഒരു വരി. ഇനി ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചല്ലോ. ഇദ്ദേഹത്തിൻ്റെ കയ്യിലെ കണ്ണാടിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങളെ അത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന കണ്ണാടിയുടെ പ്രത്യേകതകൾ എന്താ? കണ്ണാടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതായത് നമ്മളെല്ലാവരും കണ്ണാടി നോക്കാറില്ലേ? ഇല്ലേ? നമ്മൾ രാവിലെ സ്കൂളിൽ പോകുന്നവരെ എത്ര മണിക്കൂറാണ് കണ്ണാടിക്ക് മുന്നിൽ ചിലവാക്കുന്നത് അല്ലേ? നിങ്ങളെല്ലാവരും കണ്ണാടി നോക്കാറില്ലേ? ഈ കണ്ണാടിയുടെ പ്രത്യേകതകൾ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഉണ്ടോ? മുമ്പ് നേരത്തെ പഠിച്ചിട്ടുണ്ടോ? നാം നോക്കാറുള്ള മുഖക്കണ്ണാടി ഒരു സമതല ദർപ്പണമാണ്. കണ്ണാടിയെക്കുറിച്ച് ചോദിച്ചാൽ എന്താവുന്നില്ലേ? നമ്മൾ നോക്കുന്ന അല്ലേ മുഖം നോക്കാൻ എടുക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ, അതെന്താണ്? ഒരു സമതല ദർപ്പണമാണ് കേട്ടോ. കണ്ണാടിയുടെ പ്രത്യേകതകൾ എന്തെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന കേട്ടോ. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ മിറർ ഇൻ ഹിസ് ഹാൻഡ്? അദ്ദേഹത്തിൻ്റെ ആ കയ്യിലിരിക്കുന്ന കണ്ണാടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കോൺകേവ് മിററാണത് കേട്ടോ. അതൊരു സമതല ദർപ്പണമാണെന്ന്. പിന്നെ ബിഗ്ഗർ ഇമേജ് ക്യാൻ ബി സീൻ ഇൻ ദീസ് മിറർ. നമുക്ക് ഇതിലൊരു പ്രതിബിംബം, നമ്മൾ എന്തിനാ പ്രതിബിംബം എന്ന് വെച്ചാൽ നമ്മുടെ ഇമേജ് കേട്ടോ. ഈ ഇമേജ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിബിംബം എന്നാണ് കേട്ടോ. നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മളെ അത് കാണുന്നില്ലേ? അതാ ബിഗ്ഗർ ഇമേജ് ക്യാൻ ബി സീൻ ഇൻ ദ മിറർ. ദ മിറർ വെയർ യൂഷ്വലി യൂസ് ടു സീ അവർ ഇമേജ് ഈസ് എ പ്ലെയിൻ മിറർ അല്ലേ? നമ്മൾ സാധാരണ മിററിലാണ് നമ്മൾ സാധാരണ കണ്ണാടി നമ്മുടെ മുഖം നോക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന കണ്ണാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺകേവ് മിററാണ്. ബിഗ്ഗർ ഇമേജ് ക്യാൻ ബി സീൻ ഇൻ ദീസ് മിറർ. നാം നോക്കാറുള്ള മുഖ കണ്ണാടി ഒരു സമതല ദർപ്പണമാണ്. ഇതിൻ്റെ പ്രതിബിംബം എന്താണ്? നമുക്ക് ആ ഇമേജ് വലുതായിട്ട് ലാർജ് ബിഗ് ആയിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുമെന്നാണ്. അതൊന്നും വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നും ഇല്ല. നമുക്ക് വലുതിലോട്ടൊക്കെ പോവാം. ഇതിലെങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ കാണാൻ സാധിക്കുന്നത്?
അല്ലേ? ഇതുവരെയുള്ളതിനകത്തൊന്നും ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും ഇല്ല കുഞ്ഞുങ്ങളെ, എങ്ങനെയാണെന്നൊന്ന് ചോദിച്ചതേ ഉള്ളൂ. ഇതിലെങ്ങനെയാണ് നമുക്ക് ഒരു വസ്തുവിനെ അതല്ല അതിൽ എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ കാണാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? അത് നമുക്ക് നോക്കാം. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം പ്രതിപദിക്കുമ്പോഴാണ് പ്രതിബിംബങ്ങൾ അല്ലെ ഇമേജ് ഉണ്ടാവുന്നത്. അതൊരു ചോദ്യം കേട്ടോ. എന്താ, എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ കാണാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. നമ്മൾ കണ്ണാടി നോക്കുമ്പോഴേ നമുക്ക് നമ്മളെ തന്നെ എങ്ങനെയാ കാണാൻ സാധിക്കുന്നത് അതൊരു ചോദ്യമാണ്. എന്താ, നല്ല മിനുസമുള്ള പ്രതലത്തിൽ, സ്മൂത്ത് സർഫസ് എന്ന് പറയും കേട്ടോ. സ്മൂത്തായിട്ടുള്ള സർഫസിൽ എന്താ പ്രകാശം തട്ടി, മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുക, പ്രതിപദിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പ്രതിബിംബങ്ങൾ അല്ലെങ്കിൽ ഇമേജ് ഉണ്ടാകുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതാം അല്ലേ? അല്ലേ കുഞ്ഞുങ്ങളെ? നമുക്ക് എങ്ങനെയാണ് അത് ഒരു കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെയാണ് നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൂത്ത് സർഫസ് അല്ലേ, നല്ല മിനുസമുള്ള പ്രതലത്തിൽ എന്താ പ്രകാശം തട്ടുമ്പോൾ അല്ലേ അതെന്ത് ചെയ്യുന്നു? പ്രതിഫലിക്കുമ്പോഴാണ് പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നത്. ശരി, നമുക്കൊരു കണ്ണാടി നിർമ്മിച്ചു നോക്കാം എന്നവർ പറയുന്നുണ്ട്. നോക്കിയേ, ഒരു കണ്ണാടി നിർമ്മിച്ചു നോക്കാം. ചിത്രത്തിലുള്ളതുപോലെ ഒരു കാർഡ്ബോർഡ് അറിയാവോ നിങ്ങളെ? ഈ കളറിലെ കാർഡ്ബോർഡ് അറിയാവോ? ഒരു കാർഡ്ബോർഡിൽ സിൽവർ, ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. ഈ സിൽവർ പേപ്പർ കണ്ടിട്ടുണ്ടോ? ഈ സിൽവർ പേപ്പർ അതിനെ നമ്മൾ മിറർ സ്റ്റിക്കർ, ഇനി അങ്ങോട്ട് ഈ മിറർ സ്റ്റിക്കർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സിൽവർ പേപ്പറിന് പറയുന്ന പേരാണ് മിറർ സ്റ്റിക്കർ എന്ന്. അത് നല്ല സൂക്ഷ്മതയോടെ അങ്ങോട്ട് ഒട്ടിച്ചേ നമ്മൾ ഇതുപോലൊരു കാർഡ്ബോർഡ് എടുക്കുക. കാർഡ്ബോർഡ് അറിയാമല്ലോ, നമ്മുടെ ഈ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുവരുന്ന കാർഡ്ബോർഡ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഫ്രൂട്ട്സും പിന്നെന്താ ബേക്കറി സാധനങ്ങളൊക്കെ വലിയ പാക്കറ്റ് നമ്മൾ മേടിക്കുമ്പോൾ എല്ലാം ഇങ്ങനെയുള്ള ഇത് കിട്ടത്തില്ലേ? എല്ലാ വീട്ടിലും കാണും അല്ലേ? അതുപോലെ ഒരു കാർഡ്ബോർഡിൽ നമ്മൾ ഇതുപോലെയുള്ള ഒരു സിൽവർ പേപ്പർ നല്ല സൂക്ഷ്മതയോടെ, എന്ന് വെച്ചാൽ ഒരു ഗ്രിപ്പൊന്നുമില്ലാതെ സൂക്ഷ്മതയോടുകൂടി നല്ലപോലെ ഒട്ടിക്കുക. ഇപ്പോൾ ഇത് ഒരു പ്രതിപതന തലമായില്ലേ? നിങ്ങൾ മുഖം ഇതിനകത്തിൽ കാണുന്നുണ്ടോ? ഇതിൽ കൂടി ഈ ഒരു പേപ്പർ ഇതിനകത്തിൽ നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ച് അതിലോട്ട് നോക്കിയാൽ നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഞാനത് എഴുതിയിട്ടുണ്ടോ? നിങ്ങളത് വായിച്ച് കാണിച്ചാൽ നോക്കിയേ. ഇനി ഈ ചിത്രത്തിലേതുപോലെ തന്നെ ഇതിനെ അകത്തേക്ക്, ആ ഒരു പേപ്പറിനെ നമ്മളിങ്ങനെ അകത്തോട്ട്, ഇത് കണ്ടോ ആ പിടിച്ചേക്കുന്ന നോക്കിയേ, അകത്തോട്ട് വളച്ചൊന്ന് നോക്കാൻ. ആ കൈ നിങ്ങളുടെ നോക്കിക്കേ, ഇങ്ങനെ വെച്ചിട്ട് അകത്തോട്ടൊന്ന് വളച്ചു നോക്കൂ. ഇപ്പോൾ പ്രതിബിംബത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടത്? ഇനി അത് കണ്ടേ പുറത്തോട്ട്, കണ്ടോ? അകത്തോട്ടും പുറത്തോട്ടും കണ്ടോ? അങ്ങനെ പുറത്തോട്ട് വളച്ചാലോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് കണ്ടേ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് അത് ചോദിച്ചിരിക്കുന്നത്, പ്രവർത്തനം. നോക്കൂ കുഞ്ഞുങ്ങളെ, കണ്ണാടി നമ്മൾ എങ്ങനെ നിർമ്മിക്കാം? സ്റ്റിക്ക് എ പീസ് ഓഫ് സിൽവർ പേപ്പർ. ഈ സിൽവർ പേപ്പർ നമ്മളെന്താ മിറർ സ്റ്റിക്കർ എന്നും പറയാം കേട്ടോ. അത് എഴുതിക്കൂ. സിൽവർ പേപ്പറിന് മിറർ സ്റ്റിക്കർ എന്നും പറയാം. ഓൺ എ പീസ് ഓഫ് കാർഡ്ബോർഡ് ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് എ മിറർ. ഒരു കാർഡ്ബോർഡിൽ സിൽവർ പേപ്പർ ശ്രദ്ധയോടെ ഒന്ന് ഒട്ടിച്ചു നോക്കൂ. ഒരു സമതല ദർപ്പണം നമുക്ക് അന്നേരം കിട്ടുവന്ന്. ഇനി ബെൻഡ് ദീസ് ഇൻ വേർഡ്സ് ആൻഡ് ലുക്ക് ഇൻ ടു ഇറ്റ്. നമ്മൾ അതിനെ എന്താ, ഈ കാർഡ്ബോർഡിനെ പ്രതിപതന തലം ഒന്ന് ഇൻവേർഡ്സ് അകത്തേക്കൊന്ന് വളച്ചു നോക്കൂ. നിങ്ങൾ ഇത് വായിക്കുമ്പോഴേ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. ഞാൻ ഇങ്ങനെ എല്ലാവരും ചോദിക്കും, ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഇംഗ്ലീഷ് മാത്രം പോരായോ, മലയാളം മാത്രം? അപ്പോൾ ഇതാകുമ്പോഴുണ്ടല്ലോ നിങ്ങൾക്ക് സംഭവം പിടികിട്ടാൻ വേണ്ടി കഴിഞ്ഞാൽ ഞാൻ ഒരു ഇംഗ്ലീഷ് എഴുതിയിട്ട് അതിൻ്റെ മലയാളം എഴുതും. കാരണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കും. ഒരിക്കലും ക്വസ്റ്റ്യൻ ആൻസറുകൾ അതുപോലെ കാണാതെ അങ്ങ് പഠിക്കുമല്ല, മനസ്സിലാക്കി പഠിക്കുക. നമ്മളൊരു കണ്ണാടി എങ്ങനെ നിർമ്മിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എങ്ങനെയാ, ഒരു കാർഡ്ബോർഡിൽ സിൽവർ പേപ്പർ നല്ല ശ്രദ്ധയോടെ ഒന്ന് ഒട്ടിച്ചു നോക്കൂ കേട്ടോ. ഒരു കാർഡ്ബോർഡ് എന്ന് വെച്ചാൽ എന്താ, പടം കൊടുത്തിട്ടുണ്ട്, സിൽവർ പേപ്പറിൻ്റെയും പടം കൊടുത്തിട്ടുണ്ട്. അതിനെ നല്ല ശ്രദ്ധയോടെ ഒന്ന് ഒട്ടിച്ചു നോക്കൂ. എന്നിട്ട് അന്നേരം എന്താ, ഒരു സമതല ദർപ്പണം നമുക്ക് അവിടെ കിട്ടുമെന്ന്, ഒരു മിറർ അവിടെ കിട്ടും നമുക്ക് കേട്ടോ. നമ്മൾ ഇതുവരെ കടയിൽ നിന്ന് മേടിച്ച കണ്ണാടിയല്ലേ കണ്ടിട്ടുള്ളൂ അല്ലേ? ഇപ്പോൾ സമതല ദർപ്പണം നമുക്ക് കിട്ടും. ഇനി ഗ്ലാസ് ഇട്ടാണ് നമുക്ക് തരുന്നത് അല്ലേ, ഗ്ലാസ്. ഇനി ബെൻഡ് ദീസ് ഇൻവേർഡ്സ് ആൻഡ് ലുക്ക് ഇൻ ടു ഇറ്റ്. നമ്മൾ അതിനെ എന്ത് ചെയ്യുക, കാർഡ്ബോർഡിൻ്റെ പ്രതിപതന തലം ഒന്ന് അകത്തേക്കൊന്ന് വളച്ചു നോക്കൂ. ആ പടത്തിൽ കണ്ടില്ലയോ? അപ്പോൾ എ ബിഗ്ഗർ ഇമേജ് ക്യാൻ ബി സീൻ. നമുക്ക് നമ്മൾ അതിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ വലിയ മുഖമായിട്ട് കേട്ടോ, വലിയ പ്രതിബിംബം നമുക്ക് അതിൽ കാണാൻ സാധിക്കും. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ, കാർഡ്ബോർഡിൻ്റെ ആ പ്രതിപതന തലം അകത്തേക്ക് വളച്ചു നോക്കുമ്പോൾ വലിയ പ്രതിബിംബം കാണാൻ സാധിക്കും.
നമ്മൾ ഈ സ്പൂണ് അതിനെക്കുറിച്ചൊക്കെ ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സ്പൂൺ എടുത്തിട്ടെ, പുതിയൊരു സ്പൂൺ എടുത്തിട്ട് നിങ്ങൾ അതിനകത്തോട്ട് നിങ്ങളൊന്ന് മുഖം നോക്കി, കണ്ടോ വലുതായിട്ട് നമ്മളിരിക്കുന്നതായിട്ട് തോന്നും. എന്നാൽ തിരിച്ച് അതിൻ്റെ പുറകുവശത്തൊന്ന് നോക്കി, നമ്മൾ ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ നിങ്ങളെ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇനിയിപ്പോൾ പറയാനുണ്ട്. ഇവിടെ കാർഡ്ബോർഡിൻ്റെ പ്രതിപതന തലം അകത്തേക്ക് വളച്ചു നോക്കുമ്പോൾ അവിടെ വലിയ എന്ന് വെച്ചാൽ നമ്മൾ ഏത് വസ്തുവാണോ അത് വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ വാട്ട് ഇഫ് യു ബെൻഡ് ഇറ്റ് ഔട്ട്വേർഡ്സ്, കാർഡ്ബോർഡിൻ്റെ പ്രതിപതന തലം പുറത്തേക്കൊന്ന് വളച്ചാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പുറത്തേക്ക് വളച്ചാലോ എ സ്മാൾ ഇമേജ് ക്യാൻ ബി സീൻ, ഒരു ചെറിയ പ്രതിബിംബം നമുക്കവിടെ കാണാമെന്നാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇതൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ, ആക്ടിവിറ്റി. ഞാനൊരു കമൻറ്റ് കണ്ടു, എന്തിനാ ഈ പേപ്പറിനകത്ത് എഴുതി കാണിക്കുന്നത് കേട്ടോ. ആരാന്നറിയില്ല കുഞ്ഞുങ്ങളെ, പേപ്പറിൽ എന്തിനാ എഴുതി കാണിക്കുന്നത്, പിന്നെ അല്ലാതെ ഇട്ടുകൂടായോ എന്നൊക്കെ എന്തോ ഒരു കമൻറ്റ് കേട്ടോ. അങ്ങനെ ഞാൻ കണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ ഒരു ട്യൂഷൻ സെൻറ്റർ നടത്തുക കേട്ടോ. ഇവിടെ എനിക്ക് ഒരു 100 പിള്ളേരോളം ഉണ്ട്. അത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രിയും അതുപോലെയുള്ള വലിയ വലിയ ക്ലാസ്സുകളെ അദ്ദേഹവും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ 1 മുതൽ 10 വരെയുള്ള കുഞ്ഞുങ്ങളെ ഞാൻ, അത് CBSE ഉണ്ട്, കേന്ദ്രീയ വിദ്യാലയമുണ്ട്, സമയം പാർട്ടായിട്ട് നമ്മൾ സമയം വെച്ചിട്ട് ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കേരള സിലബസിൻ്റെ ആണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ നോട്ട് ഇടുന്നത്. ഞാൻ ഈ നോട്ട് തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കും ഉപകാരമാണ്. ഈ നോട്ട് ഇതുപോലെ ഞാൻ അവർ വരുമ്പം അവർക്ക് നോട്ട് വൃത്തിയായിട്ട് അവർക്കിത് എഴുതിയെടുക്കാൻ പറ്റും. എനിക്ക് ഇവിടെ ബോർഡുണ്ട് കുഞ്ഞുങ്ങളെ, ഇവിടെ ട്യൂഷൻ സെൻ്ററാണ്, ബോർഡൊക്കെ ഇഷ്ടംപോലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ ബോർഡിൽ എഴുതി അന്നേരം അതങ്ങ് മായിച്ച് കളയും. മായിച്ച് ഞങ്ങളിവിടെ എഴുതുന്നുണ്ട്. പക്ഷെ നമുക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ? ഇതിപ്പോൾ ഞാനിപ്പോൾ ഓരോ ഭാഗവും പറഞ്ഞ് നിങ്ങൾക്കിത് തരുമ്പോൾ നിങ്ങൾക്കിത് സമാധാനത്തെ ഈ നോട്ട് എഴുതി എടുത്താൽ പോരായോ? അത് ഞാൻ ആ കമൻറ്റ് കണ്ടു, എന്തിനാ ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതുന്നത് എന്നൊക്കെ. അപ്പം ഞാൻ തന്നെയല്ലോ നിങ്ങളെ, ഈ നെറ്റൊന്നും ഇല്ലാത്ത എല്ലാവരും അങ്ങ് വലിയ എന്നും 400-നോ 500-നോ ഒന്നും ഫോണിൽ ചാർജ് ചെയ്യാൻ ഉള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അല്ലാത്തവർക്ക് ഞാൻ പറയും, ആ ചാനൽ കണ്ടിട്ട് ആ നോട്ട് എഴുതി എടുത്തുകൊണ്ട് വരണേ കേട്ടോ. ഇന്ന പാഠത്തിൽ അല്ലെ ഇന്ന പാർട്ട് ഇതിട്ടുണ്ടെന്ന് ഞാൻ പറയത്തേ ഉള്ളൂ. അപ്പോൾ അവർ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നെറ്റ് ഇല്ലാത്തവർ കാണും കേട്ടോ, വീട്ടിൽ വൈഫൈ ഇല്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഈ നോട്ട് കൊടുത്തിട്ട് അവർ എഴുതിയെടുക്കും. ഞാനപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കട്ടെ കുഞ്ഞുങ്ങളെ. അപ്പോൾ നിങ്ങൾ ഈ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരു 1-2 പേര് ID വരുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും പോസിറ്റീവായിട്ടാണ് എനിക്ക് കേട്ടോ. കാരണം അവർക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പോസിറ്റീവ് കമൻറ്റ് വരുന്ന കുറേ. ഞാനിത് ഇപ്പോൾ ഒരു മാസം, ഈ ഒരു മാസം കൂടെ കഴിയുമ്പം നമ്മുടെ ക്ലാസ്സുകളെല്ലാം തീരും. അപ്പം ഞാൻ ലാസ്റ്റിൽ ഇതെനിക്ക് കമൻറ്റ് വരുന്നതൊക്കെ വായിക്കണമെന്നും കുറേ പേര് എൻ്റെ ക്ലാസ് കണ്ട് പിന്നെ ഓരോ കമൻറ്റുകൾ ഞാനെല്ലാം വായിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ. മിക്കവാറും ഉള്ളതിനെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും റിപ്ലൈയും തരുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കട്ടെ കുഞ്ഞുങ്ങളെ. നമ്മളെ കൊണ്ട് ഇതെല്ലാം പറ്റത്തുള്ളൂ. ആർക്കെങ്കിലുമൊക്കെ ഉപകരിച്ചോട്ടെ കേട്ടോ. അതെല്ലാം മനസ്സിലാവുന്നില്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇതിലും നല്ലത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കണ്ടോ. ഞാൻ ഇത് എൻ്റെതേ കാണാവുന്നൊന്നും ഞാൻ ആരെയും നിർബന്ധിക്കില്ല. മനസ്സിലാവുന്നത് ഏതാണോ അത് ആരുടെയോ ആയിക്കോട്ടെ, അത് കണ്ട് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ പരീക്ഷ എഴുതുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഞാനും ഒരുപാട് ചാനൽ കണ്ടാണ് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ചത്. അന്ന് ഈ നെറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ഇതുണ്ട്. അതെല്ലാ വീട്ടിലൊന്നും വൈഫൈയും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഫോണിനകത്തിൽ നെറ്റ് ഉള്ളിടത്തൊക്കെ നിന്നിട്ട് ഈ എജു പോർട്ടും സൈലും ഒക്കെ ഉള്ള ചാനലുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ 10ൻ്റെയൊക്കെ ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ അതിപ്പോൾ ചില ക്ലാസ്സൊന്നും കണ്ടാൽ എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ചിലതെങ്കിൽ ഒരു വട്ടമൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മൾ ആരുടെ ക്ലാസ് എന്നുള്ളതല്ല, മനസ്സിലാകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് എഴുതിയത് കുഞ്ഞുങ്ങളെ. അപ്പം നെറ്റൊന്നും ഇല്ലാത്ത കുട്ടികൾക്കും ഇത് ഉപകരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുന്നില്ലേ? ടൈപ്പ് ചെയ്യുന്നതും നമ്മൾ ഈ കൈ എഴുതുന്നതും തങ്ങളിൽ എന്തായാലും വ്യത്യാസമുണ്ട്. എൻ്റെ അത്ര വലിയ നല്ല കൈയക്ഷരമൊന്നുമല്ല. തന്നെ ഞാൻ ഇഷ്ടംപോലെ ഇങ്ങനെ എഴുതി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വലുതായിട്ട് ഹാൻഡ് റൈറ്റിങ്ങിന് വലിയ ഇതൊന്നും നോക്കുന്നില്ല. കാരണം ഇത് എഴുതി അങ്ങ് പോവില്ലയോ കേട്ടോ. അപ്പം അതാ കുഞ്ഞുങ്ങളെ, അതിൻ്റെ റീസൺ അതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ണാടി എങ്ങനെ നിർമ്മിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കാർഡ്ബോർഡിൽ സിൽവർ പേപ്പർ ശ്രദ്ധയോടെ ഒന്ന് ഒട്ടിച്ചു നോക്കൂ. അപ്പോൾ നമുക്കൊരു സമതല ദർപ്പണം കിട്ടും. ഇനി അതിനെ ആ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ബെൻഡ് ദീസ് ഇൻവേർഡ്.
ആൻഡ് ലുക്ക് ഇൻ ടു ഇറ്റ്. അപ്പം എന്താ, കാർഡ്ബോർഡിനെ നമ്മൾ അതിൻ്റെ പ്രതിപതന തലം ഒന്ന് അകത്തേക്കൊന്ന് വളച്ചു നോക്കിയാൽ വലിയ ബിഗർ ഇമേജ് ക്യാൻ ബി സീൻ അല്ലേ, അവിടെ വലിയ ഒരു പ്രതിബിംബം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇഫ് യു ബെൻഡ് ഇറ്റ് ഔട്ട്വേർഡ്സ് അല്ലേ, എന്താ പുറത്തേക്ക് നമ്മൾ വളച്ചാലോ ഈ സ്മാൾ ഇമേജ് ക്യാൻ ബി സീൻ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇനി അതിൻ്റെ തൊട്ട് താഴെ ടാബുലേറ്റ് ദ ഒബ്സർവേഷൻ എന്ന് ഒരു ബോക്സിൽ നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, മലയാളവും ഇംഗ്ലീഷും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഓരോ ഒന്നിൻ്റെ. അപ്പം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തോ ചെയ്യാനാ നോക്കിക്കേ. ഞാനിപ്പോൾ ടൈപ്പോ അല്ലെങ്കിൽ ഇതിൻ്റെ PDF ഒക്കെ എഴുതി തരാനാണെങ്കിൽ നോക്കിയെങ്കിൽ ഇപ്പോൾ ഷേപ്പ് ഓഫ് ദ ഷീറ്റ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അറിയാൻ വയ്യാത്ത കുട്ടികൾ കാണും. ഷീറ്റിൻ്റെ ആകൃതി കേട്ടോ, ഷീറ്റിൻ്റെ ആകൃതി. അപ്പം നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമാണ് അല്ലേ. ഒരു ഷീറ്റിൻ്റെ ആകൃതി ഫ്ലാറ്റായിട്ടായിരുന്നെങ്കിൽ, ഫ്ലാറ്റ് എന്ന് വെച്ചാൽ എന്താ, ഇതിപ്പോൾ ഞാനൊരു ഷീറ്റാണ് അല്ലേ, ഈ ഒരു പേപ്പർ ഒരു ഷീറ്റായിട്ട് ആണെങ്കിൽ ഈ ഷീറ്റ് എന്താ നിവർന്നിരിക്കുമല്ലേ അല്ലേ. ഒന്നുകിൽ ഞാൻ ഇങ്ങനെ ആക്കിയാൽ ഇങ്ങനെ ആക്കിയാൽ അതിനെ അകത്തോട്ട് വളച്ച് അല്ലേ, ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ആക്കത്തില്ല. അതിനെക്കുറിച്ചാണ്. ഫ്ലാറ്റ് എന്ന് വെച്ചാൽ നിവർന്നതാണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്, ഈ പ്രതിബിംബത്തിൻ്റെ സവിശേഷത എന്താണ്? നമ്മളതിൻ്റെ ഫ്ലാറ്റ് നിവർന്നതാണെങ്കിൽ അത് റിയൽ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്, യഥാർത്ഥ വലിപ്പം, നമുക്ക് അതിൻ്റെ നീളവും വീതിയും ഒക്കെ അത് നിവർന്നിരിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ബെൻഡ് ഔട്ട്വേർഡ്സ്, പുറത്തേക്ക് വളഞ്ഞതാണെങ്കിൽ സ്മാളർ ദാൻ ദ ഒബ്ജക്റ്റ്, നമ്മളിപ്പോൾ മേളിൽ പറഞ്ഞ വസ്തുവിനെ നമുക്കപ്പോൾ ചെറുതായിട്ടേ കാണാൻ പറ്റൂ. എന്നാൽ ബെൻഡ് ഇൻവേർഡ്സ് അല്ലേ, അകത്തേക്ക് വളഞ്ഞതാണെങ്കിൽ എന്താ, ബിഗർ ദാൻ ദ ഒബ്ജക്റ്റ്, വസ്തുവിനേക്കാൾ വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പോയിന്റ് ഇതാണ്. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ കണ്ണാടി നിർമ്മിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ മെയിൻ പോയിന്റ് ആവും നിങ്ങൾ ഈ കൊടുത്തേക്കുന്നത്. നിവർന്ന് അല്ലെ ഫ്ലാറ്റായിട്ടാണെങ്കിൽ അത് റിയൽ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്, അതിൻ്റെ യഥാർത്ഥ വലിപ്പമൊക്കെ നമുക്കപ്പോൾ അറിയാൻ പറ്റും അല്ലേ. ബെൻഡ് ഔട്ട്വേർഡ്സ്, പുറത്തേക്കാണ് വളഞ്ഞതെങ്കിലോ അപ്പോൾ ആ ഒരു വസ്തു എന്താ, ചെറുതായിട്ടാണ്, സ്മാളർ ദാൻ ദ ഒബ്ജക്റ്റ്. ആ വസ്തു നമുക്ക് അതിൽ കൂടെ നോക്കുമ്പോൾ ചെറുതായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ അകത്തേക്കാ വളഞ്ഞതെങ്കിൽ നമുക്കെന്താ, ആ വസ്തുവിനെ നമുക്ക് അതിനകത്ത് കൂടെ വലുതായിട്ടാണ് കാണാൻ പറ്റുന്നതെന്ന് കേട്ടോ. ഇത് ഓക്കെ ആണോ? 4 എണ്ണം. ഇനി അതിൻ്റെ തന്നെ തൊട്ട് താഴെ അടുത്ത ഒരു ആക്ടിവിറ്റിയാണ് കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ സ്പൂണിൻ്റെയൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഇതിനകത്തിലാണ് വരുന്നത്. നോക്കണേ നിങ്ങളുടെ, അതായത് അതാണ്ടേ. ഇനി മറ്റൊരു പ്രവർത്തനം നോക്കാം. ഒരു പുതിയ സ്റ്റീൽ സ്പൂൺ, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ് അതെ ആക്ടിവിറ്റി. അടുത്ത 5ാമത്തെ ആക്ടിവിറ്റി നോക്കിയ പ്രവർത്തനം. ടേക്ക് എ ക്ലീൻ സ്റ്റീൽ സ്പൂൺ ആൻഡ് ഒബ്സർവ് യുവർ ഫേസ് ഓൺ ഇറ്റ്സ് ബോത്ത് സൈഡ്. ഞാനിപ്പോൾ പറഞ്ഞില്ലായിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേക്ക് എന്താ, നമ്മൾ ഒരു പുതിയ സ്റ്റീൽ സ്പൂണ്, ഇപ്പോൾ നമ്മുടെ അടുക്കളയിലൊക്കെ സ്റ്റീലിൻ്റെ സ്പൂണുണ്ട് അല്ലേ, ഒരു സ്പൂൺ എടുത്തേ, പുതിയൊരു സ്പൂൺ എടുത്തുകൊണ്ട് വരണേ. എന്നിട്ട് അതിൻ്റെ ഇരുവശങ്ങളിലും നിങ്ങളുടെ മുഖം ഒന്ന് നോക്കിയേ. സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഒഴിക്കുന്നതല്ലേ, എടുക്കുന്ന ആ വശവും അതിൻ്റെ പുറത്തെ വശവും കൂടെ, രണ്ടും അകവും പുറവും ഒന്ന് നോക്കിക്കേ, ഒരുപോലെയാണോ ഒന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയണേ. ഹൗ ഡസ് ദ ഇമേജ് അപ്പിയർ ഓൺ ദ ഔട്ടർ സൈഡ് ഓഫ് ദ സ്പൂണ്? ഈ സ്പൂണിൻ്റെ പുറം വശത്ത് പ്രതിബിംബം എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഈ സ്പൂണിൻ്റെ പുറവശത്താണ്, പുറത്ത് എന്ന് വെച്ചാൽ ആ വീർത്തിരിക്കുന്ന വശം അല്ലേ, അങ്ങനെ പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആ വീർത്തിരിക്കുന്ന ആ വശം അല്ലേ, അവിടുത്തെ പ്രതിബിംബം എങ്ങനെയാണ്? ദ ഇമേജ് അപ്പിയേഴ്സ് സ്മാളർ ദാൻ ദ ഒബ്ജക്റ്റ്. നമ്മൾ ഏത് വസ്തുവാണോ അല്ലേ, അതിൻ്റെ ആ ഇമേജ് അല്ലെ പ്രതിബിംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടായിരിക്കും കാണപ്പെടുന്നതെന്ന്. അതിൻ്റെ പുറകുവശത്ത് നമ്മൾ നോക്കുമ്പോഴേ ചെറുതായിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ. ദ ഇമേജ് അപ്പിയേഴ്സ് സ്മാളർ ദാൻ ദ ഒബ്ജക്റ്റ് ആണ്. എന്നാൽ വാട്ട് അബൌട്ട് ദ ഇന്നർ സൈഡ്? ഇത് ടെസ്റ്റിലെ ചോദ്യം ഇതെല്ലാം കേട്ടോ. സ്പൂണിൻ്റെ ഉൾവശത്തോന്ന് അവിടെ എന്താണ്, പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിട്ട് കാണുന്നത്. ദ ഇമേജ് അപ്പിയർ, ഇവിടെ ഇംഗ്ലീഷ് എഴുതിയില്ലേ അല്ലേ, ഇവിടെ ദ ഇമേജ് അപ്പിയേഴ്സ് ബിഗർ ദാൻ ദ ഒബ്ജക്റ്റ് കേട്ടോ. ഇവിടെ അങ്ങനെ എഴുതണം കേട്ടോ. ഇവിടെ എന്താ, പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിട്ട് കാണപ്പെടുന്നു, ബിഗർ എന്ന് എഴുതണം കേട്ടോ. ദ ഇമേജ് അപ്പിയർ സ്മാളർ ദാൻ ദ ഒബ്ജക്റ്റ്, പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായി കാണപ്പെടുന്നു. ഇവിടെ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിട്ട് കേട്ടോ. ഇവിടെ സ്മാളർ അങ്ങ് മാറ്റിയിട്ട് ബിഗ്ഗർ ആയിട്ട് എഴുതണം. മനസ്സിലായോ? ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു സ്പൂണിൽ കൂടി പുതിയൊരു സ്പൂൺ എടുത്തിട്ട് അതിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ, അകവും പുറവും നോക്കുമ്പോൾ അതിൻ്റെ ഇമേജ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചേ. അപ്പം അതിൻ്റെ പുറകു ഭാഗത്താണെങ്കിൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ, പുറത്താണ്. എന്നാൽ അകത്തോ, ആ സ്പൂണിൻ്റെ അകത്ത് വസ്തുവിനേക്കാൾ വലുതായിട്ട് നമുക്ക് കാണപ്പെടുന്നു. ഓക്കെ ആണോ? ഇതെല്ലാം ഒരു ആക്ടിവിറ്റിയാണ്, ചെയ്ത് നോക്കാനുള്ളതാണ് കേട്ടോ. അടുത്ത നോക്കൂ നിങ്ങൾ, അടുത്ത നോക്കിക്കേ.
അടുത്ത ടേക്ക് ആൻ എം ഡി ഐസ്ക്രീം ബാൾ. നമ്മുടെ ടെസ്റ്റിൽ തന്നെ അതിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ബോൾ ഐസ്ക്രീം ഇല്ലേ, ബോൾ ഐസ്ക്രീം ഇല്ലേ, 15 രൂപ 18 രൂപയൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ, എനിക്ക് തോന്നുന്നു അതാണെന്നല്ലേ. ടേക്ക് ആൻ എം ഡി ഐസ്ക്രീം ബാൾ ആൻഡ് കട്ട് എ പോർഷൻ ഓഫ് ഇറ്റ്, സ്റ്റിക്ക് മിറർ പേപ്പർ ഓൺ ദ ഇന്നർ സർഫേസ് ആൻഡ് മേക്ക് ഇറ്റ് എ റിഫ്ലക്റ്റിംഗ് സർഫേസ്, ഹോൾഡ് ഇറ്റ് ഫേസിങ് ദ സൺ ആൻഡ് റിഫ്ലക്റ്റ് ദ ലൈറ്റ് റേസ് ഓൺ ടു എ വാള്. അതായത് നമ്മൾ ഒഴിഞ്ഞ ഒരു ഐസ്ക്രീം ഇല്ലേ കുഞ്ഞുങ്ങളെ, ബോൾ ഐസ്ക്രീം ഇല്ലേ, ആ ഐസ്ക്രീം ബോളിൻ്റെ ആ ഭാഗം അങ്ങ് മുറിക്കുക. നമ്മുടെ ടെസ്റ്റ് പടം കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ടെസ്റ്റ് കണ്ടല്ലോ, കണ്ടോ ബോൾ ഐസ്ക്രീം കണ്ടോ, ഇതിൻ്റെ അടപ്പുണ്ടല്ലോ, നമ്മൾ ഈ അടച്ചു വെക്കുമല്ലോ, അതങ്ങ് മാറ്റിയാൽ മതി, അത്രയേ ഉള്ളൂ. ബോൾ ഐസ്ക്രീമിൻ്റെ ഈ പുറഭാഗം നമ്മളിത് തുറന്നല്ലേ ബോൾ ഐസ്ക്രീം എടുക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ ആ ഭാഗം എന്താ ഈ ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? കണ്ടോ അതിൻ്റെ മുറിച്ച് വെച്ചേക്കുന്നുണ്ടോ, ആ മുറിച്ച് വെച്ചിട്ട് ആ തുറക്കുന്ന ഭാഗം നിങ്ങളൊന്ന് നോക്കണേ. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇതിപ്പോൾ ഒരു ബോൾ ഐസ്ക്രീം ആണെങ്കിൽ അത് ഇവിടെ അല്ലേ നമുക്ക് തുറക്കുന്നത്, ആ തുറക്കുന്ന ഭാഗം അതാണ്ട് ഈ ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തോട്ട് കണ്ട് ഇങ്ങനെ കുഴിഞ്ഞ് കണ്ടോ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് ഇല്ലേ, നമുക്കറിയാം നമ്മൾ എത്ര ബോൾ ഐസ്ക്രീം തിന്നാ. ഈ അകത്തെ ഭാഗം കണ്ടോ, എന്നാൽ പുറത്തെ ഭാഗം നോക്കി ഇങ്ങനെയല്ലേ, കുനിച്ച് വെക്കുമ്പോൾ അല്ലേ, കമഴ്ത്തി വെക്കുമ്പോൾ അതിങ്ങനെ ഇരിക്കും, മലർത്തി വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, അതാൻ്റെ അല്ലേ. അപ്പം നോക്കിക്കേ, ഒരു ഒഴിഞ്ഞ ഐസ്ക്രീം ബോളിൻ്റെ ഭാഗം നമ്മൾ മുറിച്ചെടുക്കുക. ഇപ്പം നമ്മൾ ആ കണ്ടില്ലേ, അത് തന്നെ അതിൻ്റെ ഉൾവശത്ത് ആ ചെറിയ ഇതുണ്ടല്ലോ, അതിൻ്റെ ഉൾവശത്ത് എന്ത് ചെയ്യുക, നമ്മൾ മുമ്പ് പറഞ്ഞ ആ മിറർ പേപ്പർ, നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ മിറർ പേപ്പർ, ഇനി മുതലെല്ലാം ഈ മിറർ പേപ്പർ ഉണ്ട് കേട്ടോ, മുമ്പ് പറഞ്ഞതാണേ, അത് ഒട്ടിച്ച് ഒരു പ്രതിപതന തലം ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് സൂര്യന് അഭിമുഖമായിട്ട് പോയി പിടിച്ചിട്ട് ഈ പ്രതിപതന കിരണങ്ങളെ ചുമരിലേക്കൊന്ന് പതിപ്പിച്ച് നോക്കുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷും മലയാളം ഉണ്ടേ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കണേ കേട്ടോ. ഒരു ഒഴിഞ്ഞ ഐസ്ക്രീം ബോളിൻ്റെ ഭാഗം മുറിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉൾവശം, അതിൻ്റെ ആ ഉൾവശം എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കും, എൻ്റെ വട്ടത്തിൽ വന്നിട്ട് ഇല്ല, ഇത്രയും വരത്തില്ല, എന്നാലും ഇങ്ങനെ അല്ലേ, അതിൻ്റെ ഈ ഇല്ലേ, അതിൻ്റെ ഉൾവശത്ത് ഈ മിറർ പേപ്പർ ഒട്ടിച്ചിട്ട് ഒരു പ്രതിപതന തലം ഉണ്ടാക്കി ഒന്ന് നോക്കാൻ. എന്നിട്ട് നമ്മൾ സൂര്യപ്രകാശം അടിക്കുന്ന എന്ന് വെച്ചാൽ ഇതിനകത്ത് കാണണ്ടേ, സൂര്യപ്രകാശത്തിന് അഭിമുഖമായിട്ട് പിടിച്ചിട്ട് ഈ പ്രതിപതന കിരണങ്ങളെ ചുമരിലേക്ക്, പ്രതിപതന കിരണങ്ങളെ ഇങ്ങനെ അടിക്കുമ്പോൾ റേസ് ഉണ്ടല്ലോ, ഈ എന്താ ലൈറ്റ് റേസുകൾ, ആ കിരണങ്ങളെ ചുമരിലേക്കൊന്ന് പതിപ്പിച്ച് നോക്കാൻ. അപ്പോൾ എന്ത് നിരീക്ഷണം അവിടെ ഉണ്ടാകുന്നത്? വാട്ട് ഈസ് ഒബ്സർവേഷൻ? ആ പ്രതിപതന കിരണങ്ങൾ ഒരു ബിന്ദുവിൽ, ഒറ്റ ബിന്ദുവിൽ അത് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാവും നിങ്ങളെ അതിൻ്റെ ആൻസർ കേട്ടോ. അതിൻ്റെ ആൻസർ അത്രയേ ഉള്ളൂ. എന്താ? ദ റിഫ്ലക്റ്റഡ് റേസ് കൺവേർജ് അറ്റ് എ പോയിന്റ് കേട്ടോ. അത് ടെസ്റ്റിലെ ഒരു ചോദ്യമോ, ആ ഒരൊറ്റ ആൻസർ ഇത് വായിക്കുമ്പോൾ എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കും അല്ലേ. പക്ഷേ ആ റിഫ്ലക്റ്റർ റേ നമ്മൾ സൂര്യപ്രകാശത്തിന് അഭിമുഖമായിട്ട് പിടിച്ചപ്പോൾ ആ പ്രതിപതന കിരണങ്ങൾ എന്താണ്, ഒറ്റ ബിന്ദുവിൽ, അറ്റ് എ പോയിന്റ് അല്ലേ, ഒറ്റ ബിന്ദുവിൽ എന്താ അത് കേന്ദ്രീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണോ? അതെ, അതിന് ആ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇത് ഐസ്ക്രീം ബോളാണ്, അതിൻ്റെ ദാണ്ട് ഇത്രയും ഭാഗം നമ്മൾ അടപ്പില്ലേ, അതങ്ങ് ഉദ്ദേശിച്ചാൽ മതിയൊന്നുമില്ല. ഈ അടപ്പ് ഈ മിറർ പേപ്പർ ദാണ്ട് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, ഇതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ മിറർ പേപ്പർ ഇതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉൾവശത്ത്. ഇനി മിറർ പേപ്പർ ഒട്ടിച്ച ഭാഗത്തിൻ്റെ പുറം ഭാഗമാണിത്, അകത്ത് ഒട്ടിച്ചിട്ടുണ്ട്, പുറം ഭാഗമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, അകം ഭാഗമാണ് ഇവിടെ പടത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പടം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒഴിഞ്ഞ ഐസ്ക്രീം ബോളിൻ്റെ ഭാഗം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഉൾവശത്തിൽ ഒരു മിറർ പേപ്പർ ഒട്ടിക്കുക, ഒരു പ്രതിപതന തലം ഉണ്ടാക്കുക, സൂര്യൻ അഭിമുഖമായിട്ട് പിടിച്ചിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞതാണ് ചുമരിലേക്കൊന്ന് പതിച്ച് നോക്കൂ എന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു ഇല്ലേ. അങ്ങനെയാണെങ്കിൽ അവർ പിന്നെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചു, നിങ്ങളെ റിപ്പീറ്റ് ദ ആക്ടിവിറ്റി ബൈ സ്റ്റിക്കിംഗ് മിറർ പേപ്പർ ഓൺ ദ ഔട്ടർ സർഫേസ്. വാട്ട് ഡിഫറൻസ് ഈസ് നോട്ടീസ്ഡ്? നിങ്ങൾ ഈ മുറിച്ചെടുത്ത ഭാഗത്തിൻ്റെ പുറം വശത്ത് നമ്മൾ അകത്ത് വെച്ചപ്പോൾ അത് ഒരൊറ്റ പോയിന്റിൽ നിൽക്കുന്നെന്ന് പറഞ്ഞു അല്ലയോ നിങ്ങളെ. നമ്മൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഉണ്ടാക്കി നോക്കൂ, സൂര്യൻ അഭിമുഖമായിട്ട് എന്നിട്ട് അത് പിടിച്ചിട്ട് പ്രതിപതന കിരണങ്ങൾ ചുമരിലോട്ടൊന്ന് പതിച്ചപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? പ്രതിപതന കിരണങ്ങൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു അല്ലേ. ദ റിഫ്ലക്റ്റഡ് റേസ് കൺവേർജ് അറ്റ് എ പോയിന്റ്. അപ്പോൾ അവർ പറയാന്നേ, ഈ മുറിച്ചെടുത്ത നിങ്ങൾ ഭാഗത്തിൻ്റെ പുറം വശത്ത്, പുറത്തുമുണ്ട് അകത്തുമുണ്ടെന്ന് ആ പടം കണ്ടല്ലോ, പുറം വശത്തായിട്ട് നിങ്ങളൊരു മിറർ പേപ്പർ ഒട്ടിച്ചിട്ട് ഈ പരീക്ഷണം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാനാണ് പറയുന്നത്. എന്താ? സൂര്യൻ്റെ പ്രകാശം ഒന്ന് അടുപ്പിക്കാൻ.
മുറിച്ചെടുത്ത ഭാഗത്തിൻ്റെ പുറം വശത്ത് ഈ മിറർ പേപ്പർ ഒട്ടിച്ചിട്ട് ഈ പരീക്ഷണം ഒന്ന് ആവർത്തിക്കാൻ കേട്ടോ, റിപ്പീറ്റ് ചെയ്യാൻ. അപ്പോൾ എന്താവും നിങ്ങൾ ഇവിടെ ദ റിഫ്ലക്റ്റഡ് റേസ് ഡു നോട്ട് കൺവേർജ് അറ്റ് എ പോയിന്റ്. പ്രതിപതന കിരണങ്ങൾ ഒരു ബിന്ദുവിൽ അവിടെ കേന്ദ്രീകരിക്കുന്നില്ല. ഒറ്റ ബിന്ദുവിൽ മാത്രം അങ്ങോട്ട് നമ്മൾ പുറത്ത് സൂര്യപ്രകാശിക്കുമ്പോൾ ഒരു ബിന്ദുവിൽ മാത്രമാണോ? അല്ല. ദ റിഫ്ലക്റ്റഡ് റേസ് ഡു നോട്ട് കൺവേർജ് അറ്റ് എ പോയിന്റ്. ഇൻ ബോത്ത് ദീസ് എക്സ്പെരിമെന്റ്. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ 2 എക്സ്പെരിമെന്റിലും ഇതാണ് എൻ്റെ ആൻസർ കേട്ടോ. ഇൻ ബോത്ത് ദീസ് എക്സ്പെരിമെന്റിൽ മിറർ വെയർ മെയ്ഡ് ഫ്രം ഒബ്ജക്റ്റ് വിത്ത് എ സ്പെരിക്കൽ ഷേപ്പ്. അതായത് നമ്മളിപ്പോൾ ചെയ്ത 2 പരീക്ഷണവും സ്പൂണിൻ്റെയും ചെയ്തു. ഇപ്പം നമ്മൾ ആ ബോളിൻ്റെ അടപ്പ് അല്ലെങ്കിൽ ബോൾ 2ആയിട്ട് മുറിച്ചിട്ട് അതിലിപ്പോൾ നമ്മൾ ചെയ്തില്ലേ, ഈ 2 പരീക്ഷണങ്ങളിലും ഗോളാകൃതിയിലുള്ള വസ്തുവിൽ നിന്നാണ് ദർപ്പണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. ഗോളാകൃതിയിലുള്ള നമ്മൾ സ്പെരിക്കൽ മിറർ അല്ലേ കുഞ്ഞുങ്ങളെ പഠിക്കുന്നത് അല്ലേ, ഗോളീയ ദർപ്പണങ്ങൾ അല്ലേ. അപ്പം ഈ നമ്മളിപ്പോൾ എഴുതിയ 2 എക്സ്പെരിമെൻറ്റിലും അല്ലേ 2 പരീക്ഷണങ്ങളിലും ഗോളാകൃതിയിലുള്ള ഗോളാകൃതി എന്ന് വെച്ചാൽ സ്പെരിക്കൽ, നമ്മളെ സ്പൂണിൻ്റെ എടുത്തു, അത് സ്പൂണും ഇങ്ങനെ ഇരിക്കുമല്ലേ അല്ലേ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്ത ഐസ്ക്രീമിൻ ബോളിൻ്റെയും മുറിച്ചപ്പം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇത് രണ്ടും എന്താണ്, ഗോളാകൃതിയിലുള്ള വസ്തുവിൽ നിന്നാണ് നമ്മൾ ദർപ്പണങ്ങൾ നിർമ്മിക്കുന്നതെന്ന് മനസ്സിലാക്കണം കേട്ടോ. ദർപ്പണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ ആണോ? അപ്പം നമ്മൾ പഠിച്ചതാണ് എന്താണ് സ്പെരിക്കൽ മിറർ. നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും ഇത് പഠിച്ചോണേ നിങ്ങൾ. എന്താണ് സ്പെരിക്കൽ മിറർ? മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഫോം എ പാർട്ട് ഓഫ് എ സ്ഫിയർ ആർ കാൾഡ് സ്പെരിക്കൽ മിറർ. പ്രതിപതന തലം ഗോളത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്ഫെരിക്കൽ മിറർ എന്ന് പറയുന്നത്. ഒന്നങ്ങ് നല്ലതുപോലെ പഠിച്ചോണേ. ഈ സ്ഫെരിക്കൽ മിറർ മിററുകൾ നോക്കിയേ, കോൺകേവും ഉണ്ട്. മിററുകൾ കോൺകേവും ഉണ്ട്, കോൺവെക്സും ഉണ്ട് കേട്ടോ. എന്ത് ഈ കോൺകേവ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞില്ലേ? കേവ്, ഗുഹ. ഗുഹ എന്ന് വെച്ചാൽ എന്താ? അകത്തോട്ടല്ലേ. ആ ക്ലൂ പഠിച്ചാൽ മതി കേട്ടോ. കേവ് മീൻസ് ഗുഹ അല്ലേ. ഈ ഗുഹ എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കുന്നത്? അകത്തല്ലേ. ഗുഹ എന്ന് വെച്ചാൽ അകത്തോട്ടല്ലേ അല്ലേ. അപ്പം കോൺകേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തോട്ടിരിക്കുന്നതാ കേട്ടോ. ആ ഒരു ക്ലൂ പഠിക്കണേ. സ്പെരിക്കൽ മിറേഴ്സ് വിത്ത് എ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ്സ് ആർ കാൾഡ് കോൺകേവ് മിറർ. ഇൻവേർഡ്സ് ഈ ഒരു വാക്കാണ് ഇവിടെ ഉണ്ട് കേട്ടോ. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ നമ്മളിപ്പോൾ ആ ഐസ്ക്രീം ബോളിൻ്റെ എടുത്തില്ലേ ഇല്ലേ, ഐസ്ക്രീം ബോളിൻ്റെ അകം കണ്ടില്ലേ, ഇത് കണ്ടില്ലേ. അതുപോലെ തന്നെ സ്പൂണ് അല്ലേ, സ്പൂണിൻ്റെ എന്താണ് ഇവിടെ അകത്തോട്ടിരിക്കുമല്ലേ ഇല്ലേ, ഈ അകത്തോട്ട്. അതുപോലെ പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളെ കോൺകേവ് ദർപ്പണങ്ങൾ അല്ലെങ്കിൽ കോൺകേവ് മിറർ എന്ന് പറയുന്നു. 2 പഠിച്ചോ? ഓക്കെ ആണോ നിങ്ങളെ? അടുത്തത് എന്താണ്? അടുത്ത കോൺവെക്സ് മിറർ എന്നാൽ എന്താണ്? കോൺകേവ്, അടുത്തത് കോൺവെക്സ്. സ്പെരിക്കൽ മിറേഴ്സ് വിത്ത് എ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഔട്ട്വേഡ്. മറ്റേതേതാ? ഇൻവേഡ് എന്ന് വെച്ചാൽ കേവ് എന്ന് വെച്ചാൽ ഗുഹ എന്ന് ഓർത്തോണം കേട്ടോ. ക്ലൂ പഠിക്കേണ്ടതില്ല. കേവ് ഗുഹ എന്ന് വെച്ചാൽ അകത്തെന്ന് വെച്ചാൽ ഇൻവേഡ്. ഔട്ട് എന്ന് വെച്ചാൽ പുറത്ത്, അപ്പോൾ കോൺവെക്സ് ഔട്ട്. സ്പെരിക്കൽ മിറർ വിത്ത് എ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഔട്ട്വേഡ് ആർ കാൾഡ് കോൺവെക്സ് മിറർ. പ്രതിപതന തലം പുറത്തെ കുന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളെ കോൺവെക്സ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നു കേട്ടോ. എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് ഇത്ര ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയണേ നിങ്ങൾ. എന്നിട്ട് കമൻറ്റ് കണ്ടിട്ട് വേണോ വേണ്ടായോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ബാക്കി കേട്ടോ, പാർട്ട് 2 വേണോ വേണ്ടായോ എന്ന് നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് ഞാനിടാം കേട്ടോ. അപ്പോൾ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കാം കേട്ടോ നിങ്ങളെ. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ നിങ്ങളാണ് എന്നെ ഇപ്പോൾ ഈ 33,000 വരെ കൊണ്ടെത്തിച്ചത്. അപ്പം നിങ്ങളിതെല്ലാം ചെയ്ത് തന്നെ മുന്നോട്ട് പോകട്ടെ കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.